നമ്മളിപ്പോൾ നിൽക്കുന്നത് കോവളത്തുള്ള സാഗര ബീച്ച് റിസോർട്ടിന്റെ മുമ്പിലാണ്. ഹായ് ഓൾ, ഞാൻ ആദ്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബുലസ് ബൈ ആദ്യ കിരൺ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു 1 ഡേ റിലാക്സ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് 2-3 പീക്കോക്കുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങളൊന്ന് നോക്കി നിന്നിട്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. പുറത്തുനിന്ന് കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ബീച്ച് വ്യൂ ആയിട്ടുള്ള റൂമാണോ നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ തന്നെ നമുക്ക് ബീച്ചൊക്കെ കാണാം. കുറേ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഫ്രണ്ട്സ് അവിടെ ചെക്കിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് ഞാൻ അവിടെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തൊന്ന് കറങ്ങി നടന്നു. താഴെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളും നേരെ നോക്കുമ്പോൾ കോവളം ബീച്ചും ഒക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ നടന്നു. അത്യാവശ്യം വിശാലമായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം ആയിരുന്നു. അതിനകത്തൂടെ നിന്ന് വീണ്ടും ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഒരു സിംഗിൾ ബെഡ് ഒക്കെ ആയിട്ട് നമ്മുടെ ബാൽക്കണി കൂടെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ മേളിൽ നിന്ന് കണ്ട് ആ സ്വിമ്മിംഗ് പൂൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് നമുക്ക് പുറത്തും ഇറങ്ങാൻ സാധിക്കും. നേരെ നോക്കുമ്പോൾ ബീച്ചും നമുക്ക് കാണാം. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രം രാവിലെ അത് 7:30 സ്റ്റാർട്ടാവും, 10 മണിക്ക് സ്റ്റോപ്പ് ആവും. അത് ബൊഫേ സിസ്റ്റം നമ്മൾ റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് രാത്രി 10 മണി വരെ നമുക്ക് റെസ്റ്റോറൻറ്റ് കിച്ചണിൽ ഓപ്പൺ ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് റൂമിലെടുക്കാം. റൂം സർവീസ് അവൈലബിൾ ആണ്. 36 37 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂം സർവീസ്. രാത്രി 10 മണി വരെ, 10 മണി വരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 10 മണിക്ക് ശേഷമേ നമുക്ക് 10 മണിക്ക് മുമ്പ് ഉണ്ടാകും. ടീയും കോഫിയൊക്കെ റൂമിൽ തന്നെ ഇട്ട് കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാത്റൂമും കൂടെ നമുക്കൊന്ന് കാണാം. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചെറിയൊരു ബാത്റൂം. അത്യാവശ്യം ബീച്ച് വ്യൂ ഉണ്ട്. അതെ, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രഷായി ഞങ്ങൾ കോവളം ബീച്ചും ലൈറ്റ് ഹൗസൊക്കെ കാണാനായിട്ട് ഇറങ്ങി. നേരെ കാണുന്നതാണ് കോവളം ബീച്ച്. റിസോർട്ടിൽ നിന്ന് എളുപ്പത്തിലെത്താനുള്ള വഴിയാണ് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് സൈഡിൽ മറ്റൊരു പൂളും ഞങ്ങൾ അവിടെ കണ്ടു. നമ്മൾ മറ്റേ ഇവിടെ പോയപ്പോഴും ഇത് കണക്കല്ലായിരുന്നു, ഒരു കൊടുത്തു പോലെ. പക്ഷെ അത് രസമല്ലായിരുന്നു ഓർക്കുമ്പോൾ. ഇവിടെ ഫോട്ടോ എടുക്കാൻ കൊള്ളായിരിക്കില്ലേ? അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഈ വീഡിയോയിലൂടെ സാഗര ബീച്ച് റിസോർട്ടിലെ ഒരു റിവ്യൂ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി താഴെ എത്തിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു റൈറ്റിലോട്ട് നടന്നു. പക്ഷേ ഞങ്ങൾ ഈ ഇറങ്ങിയ വഴി ഞങ്ങൾക്ക് തെറ്റിയായിരുന്നു കേട്ടോ. ഞങ്ങളെങ്കിൽ നേരെ കോവളം ബീച്ചിലോട്ട് എത്തി. പക്ഷേ തിരിച്ച് ഞങ്ങൾ ലൈറ്റ് ഹൗസിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. തിരിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു വന്ന് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് ഒരു ചെറിയൊരു കയറ്റമാണ്. ആ കയറ്റമൊക്കെ കയറി ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിലോട്ട് എത്തി. ഇവിടെ വരുമ്പോൾ എല്ലാവരും ക്യാഷ് തന്നെ കയ്യിൽ കരുതുക. ഗൂഗിൾ പേയോ കാർഡൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അഡൽട്ടിന് 20 rupees 12 years താഴെയുള്ള കുട്ടികൾക്ക് 10 rupees ചാർജ്. അവിടെ നിന്ന് നോക്കുമ്പോൾ സൈഡിലോട്ട് നല്ലൊരു ബീച്ച് വ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മുമ്പിലോട്ട് നടന്നു. ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ കുറേ പേര് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റിൽ പോകാനുള്ളവരാണ് ആ ക്യൂവിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തീരുമാനിച്ചു. ഒരു 3-4 പേർക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലിഫ്റ്റായിരുന്നു. സൈഡിൽ കൂടെ നമുക്ക് ബീച്ചൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും ഞങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കയറി മേളിൽ എത്തിയിരിക്കുകയാണ്. ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുത്തനെയുള്ള സ്റ്റെപ്പ് കയറാനായിട്ടുണ്ട്. അതാണ്ട് എല്ലാവരും കയറിയോ പതിയെ ശ്രദ്ധിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വീഴാതിരിക്കാനായിട്ട് ക്യാമറ എല്ലാം ഓഫ് ചെയ്തു. അങ്ങനെ മേളിൽ കയറി നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. കൊല്ലം ലൈറ്റ് ഹൗസിൽ പോയപ്പോഴും ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേപോലെ നല്ല മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ലൈറ്റ് ഹൗസിനെ കോവളം ലൈറ്റ് ഹൗസ് എന്നും വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നും പറയാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സാഗര ബീച്ച് റിസോർട്ടിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ലൈറ്റ് ഹൗസിലേക്ക് ലിഫ്റ്റ് വഴി കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലായിട്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയുള്ള ഒരു കഫേയിൽ നിന്നും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി.
അതിനുശേഷം ഞങ്ങൾ ബീച്ച് സൈഡിലുള്ള കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ അങ്ങേറ്റം വരെ നടന്നു. കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ നേരെ വിരുട്ടി 6:15 ആയി. ലൈറ്റ് ഹൗസിൽ ലൈറ്റൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇറങ്ങിയ പടികളെല്ലാം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല ലൈവായിട്ട് ഫുൾ ആൾക്കാരൊക്കെ ആയി. ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് നടക്കാനായിട്ട് ഇറങ്ങി. അത് നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ തന്നെ പൂൾ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ബീച്ചൊക്കെ കണ്ട് ലൈറ്റ് ഹൗസൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളൊന്ന് ചുമ്മാ അതിൻ്റെ മുറ്റത്തൊന്ന് കറങ്ങി നടന്നു. അങ്ങനെ ഫുള്ളി ടയേർഡായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ദാണ്ടെ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ ദാണ്ടെ പുറത്തോട്ടൊന്ന് നോക്കിയപ്പം നല്ലൊരു വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാത്രി ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ടായിരിക്കും രാവിലെയും നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം റെഡിയായി ഞങ്ങളുടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങി. അതുകൊണ്ട് ഇവിടെ നിറച്ച ആൾക്കാർ. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. എന്താണ് ഇത്ര ഞങ്ങൾ വന്ന ദിവസം, അതായത് നിങ്ങൾ കണ്ടതാണല്ലോ, ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല. ഇതാണ്ട് ഫുൾ സ്കൂൾ കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് എത്തിക്കുകയാണ്. അവിടെ ആകപ്പാട് ഫുൾ റഷായിരുന്നു. കോൺഫ്ലെക്സ്, ഇഡലി, ദോശ, സാമ്പാർ, ചമ്മന്തി, പൂരി ഒക്കെ ആയിട്ട് ഉപ്പുമാവ് ഒക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നോർത്ത് ഇന്ത്യൻസും കൂടുതൽ വരുന്നത് കൊണ്ടായിരിക്കാം അവിടെ പാനിപൂരിയും ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പിന്നീട് പാനിപൂരിയിലോട്ട് കൈയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് രണ്ടാമത് ഞാൻ പാനിപൂരി എടുത്തുകൊണ്ട് വന്നു. ഓരോരുത്തരും ഒറ്റ വായിൽ പാനിപൂരി കഴിക്കാനുള്ള ശ്രമത്തിലാണ്. അയ്യോ റൂമിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഉറങ്ങാനായിട്ട് ഞങ്ങളെല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങളുടെ അടിപൊളി ഒരു ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഒന്ന് റിലാക്സ് ചെയ്ത് 1 ഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഗര ബീച്ച് റിസോർട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും ഞങ്ങൾ 3 പേരും അവിടെ നല്ലപോലെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. മരത്തിൻ്റെ ചോട്ടിൽ കാറിട്ടിട്ട് കാക്ക ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പണി തന്നിരുന്നു. എന്തായാലും തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ആദ്യ. ബൈ ബൈ.